ടാഞ്ചറോനെയാണ് കാണിക്കുന്നത്. അവൻ ഒരു കൊട്ട നിറയെ കരിയായിട്ട് എവിടെയോ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ടാഞ്ചറോന്റെ അമ്മ ഓടി വന്നിട്ട് പുറത്ത് നല്ല മഞ്ഞുണ്ട്, നീ ഇന്ന് തന്നെ ഗ്രാമത്തിലേക്ക് പോകണോ എന്ന് ചോദിക്കുന്നു. മഞ്ഞ് കൂടി വരികയാണ്, അതുകൊണ്ട് തന്നെ ആരും പുറത്തേക്ക് ഇറങ്ങില്ല. ഞാൻ ഈ കരി കൊണ്ട കൊടുത്താലേ അവിടെയുള്ളവർക്ക് ഭക്ഷണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂ, അതുകൊണ്ട് കഴിയാവുന്നത്ര കരി വിറ്റിട്ടേ ഞാൻ തിരിച്ചു വരൂ. ശരി, സൂക്ഷിച്ചു പോയിട്ട് വാ മോനെ. ടാഞ്ചറോ പോകാൻ തുടങ്ങിയതും അവന്റെ ഇളയ സഹോദരങ്ങൾ വന്നിട്ട് ഞങ്ങളും കൂടെ വരാം എന്ന് പറയുന്നു. അതൊന്നും വേണ്ട, കാരണം നിങ്ങൾക്ക് ടാഞ്ചറോനെ പോലെ ഈ മഞ്ഞിൽ വേഗത്തിൽ നടക്കാൻ കഴിയില്ല. സാരമില്ല, ഒരു ദിവസം നിന്നെ ഉറപ്പായി ഞാൻ കൊണ്ടുപോകും അനാക്കോ. നിന്നോടും കൂടിയാണ് പറഞ്ഞത്, ഞാൻ വരുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് തന്റെ സഹോദരങ്ങളെ ആശ്വസിപ്പിച്ച് കുടുംബത്തോട് യാത്ര പറഞ്ഞ് ടാഞ്ചറോ ഗ്രാമത്തിലേക്ക് പോകുന്നു. ടാഞ്ചറോ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിക്ക് അനിയത്തിയായിട്ടുള്ള നെസൂക്കോ വന്നിട്ട്, നീ ഇറങ്ങിയോ, ഞാനിപ്പോൾ അനിയനെ ഉറക്കിയതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവൻ നിന്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. നമ്മുടെ അച്ഛൻ പോയതിനു ശേഷം ഇവൻ ഇങ്ങനെയാണ്. ടാഞ്ചറോ, നമ്മുടെ അച്ഛൻ മരിച്ചതിന് ശേഷം എല്ലാവരും നിന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, സൂക്ഷിച്ച് പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ കാടും മലയൊക്കെ കടന്ന് ടാഞ്ചറോ ഗ്രാമത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരാൾ മുഖം നിറയെ രക്തമായിട്ട് ഓടി വന്നിട്ട്, ടാഞ്ചറോ എന്നെ രക്ഷിക്ക്, ഇവർ ഞാനാണ് ഇതൊക്കെ പൊട്ടിച്ചതെന്ന് പറയുന്നു.